ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ തായ് ഹൊറർ ത്രില്ലർ മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സീരീസ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ നാക്രോബും കൂട്ടരും ആകട്ടെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ഹോട്ടലിന്റെ 404 എന്ന റൂമിലേക്ക് പോവുകയും ആ റൂമിൽ നോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അവരവരുടെ കഴുത്തിലൊക്കെ ഓരോ പാഡുകൾ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. റൂം ശക്തിയായി തുറക്കുകയും ആ റൂമിലെ ലൈറ്റുകളെല്ലാം തന്നെ മിന്നിമറയുകയും ചെയ്യുന്നു. ആ റൂമിൽ അമാനുഷികമായിട്ട് എന്തോ നടക്കുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ നായകന്റെ ജോലി എന്താണെന്നറിയോ? ഈ പഴയ ബിൽഡിംഗ് എല്ലാം തന്നെ കാശ് കൊടുത്ത് വാങ്ങും. എന്നിട്ട് അതെല്ലാം തന്നെ റിനോവേറ്റ് ചെയ്ത് വലിയ വിലയ്ക്ക് വിൽക്കും. അവനും അവന്റെ ഗേൾഫ്രണ്ടും ചേർന്നിട്ട് ഒരു ചെറിയ കമ്പനി കൂടി നടത്തുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ സഹായത്തിന് അവന്റെ അങ്കിളായ ചോക്കും അങ്കിളിന്റെ മകൻ സുക്രോങ്ങും പിന്നെ അവന്റെ കൂട്ടുകാരൻ നമോണും ഉണ്ട്. ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് ചേർന്നിട്ടാണ് ഈ വീടെല്ലാം തന്നെ റിനോവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാക്രോമിന്റെ ഗേൾഫ്രണ്ട് ലിന്നാകട്ടെ അവൻ എപ്പോ തന്നെ പ്രപ്പോസ് ചെയ്യും, എപ്പോ ഇവര് മാരേജ് ചെയ്യുന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എന്നാൽ അവനുള്ള ബാധ്യത വെച്ചിട്ട് അവൻ അടുത്തിടെ ഒന്നും തന്നെ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയില്ല. ലിന്നിന്റെ ആഗ്രഹം ആകട്ടെ രണ്ടുപേരും കരിയറിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും വിവാഹമൊക്കെ കഴിച്ചിട്ട് സെറ്റിൽ ആകണമെന്നും ആയിരുന്നു. എന്നാൽ പാവം നാക്രോബ് കാശ് കൊടുത്ത് റിനോവേറ്റ് ചെയ്യുന്ന വീടുകളൊന്നും തന്നെ പലരും വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അത് കാരണം അവന് വലിയ നഷ്ടം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലിശയ്ക്ക് കാശെടുത്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. പലിശക്കാരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം അവർ രണ്ടുപേരും ചേർന്നിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ക്യാഷ് ആകട്ടെ പലിശക്കാരന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ലിന്നി ചോദിക്കുന്നു. നിനക്കെന്നെ വിവാഹം കഴിക്കാൻ ഒരു പ്ലാനും ഇല്ലേ? എനിക്ക് അത് തന്നെയാണ് പ്ലാൻ എന്നും, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഈ ബാധ്യതയൊക്കെ തീർക്കേണ്ടതെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ലിൻ പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കുമെന്ന് അവൻ വാക്ക് കൊടുക്കുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്റെ ബാധ്യത തീർക്കണമെങ്കിൽ നല്ല വലിയൊരു പ്രോപ്പർട്ടി തന്നെ വിൽക്കണം, അതും വലിയ കാശില്. അതുകൊണ്ട് ഇനി ചെറിയ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ലെന്നും റിനോവേറ്റ് ചെയ്യുന്നില്ലെന്നും അവർ തീരുമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ അവനാകട്ടെ ലാപ്പ് എടുത്തിട്ട് വലിയ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും വിൽക്കാനുണ്ടോ നോക്കുന്നു. അങ്ങനെ അവന്റെ കണ്ണ് ഒരു വലിയ ഹോട്ടലിൽ ഉടക്കുന്നുണ്ട്. അതിനാകട്ടെ കുറച്ച് ക്യാഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ ഹോട്ടല് ഇത്രയും കുറഞ്ഞ ചെലവിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. റിനോവേറ്റ് ചെയ്ത് വലിയൊരു തുകയ്ക്ക് വിൽക്കുകയും ചെയ്യാം. ഒറ്റയടിക്ക് നമുക്ക് നല്ല രീതിയിൽ കാശുണ്ടാക്കാം. അങ്ങനെ അവർ ആ ഹോട്ടൽ വാങ്ങാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് പോകുന്നു. അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് വഴിയരികിൽ ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന ഒരാളെ അവർ വിളിക്കുന്നുണ്ട്. ഈ സുക്കി നിരുൺ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ലോട്ടറിക്കാരനൊന്ന് ഞെട്ടുന്നു. എന്താ നിങ്ങൾ ചാകാൻ പോവുകയാണെന്ന് ചോദിക്കുന്നു. അഡ്രസ്സ് ചോദിച്ചപ്പോൾ ചാകുന്ന കാര്യം പറയുന്നുണ്ട്. മര്യാദയ്ക്ക് അഡ്രസ്സ് പറഞ്ഞുതരാൻ പറയുന്നു. അവൻ ദൂരെയുള്ളൊരു മലമുകളിലേക്കാണ് കൈ ചൂണ്ടുന്നത്. അങ്ങനെ നക്രോബും കൂട്ടരും അവരേക്ക് പോയി. ഈ ലോട്ടറിക്കാരനാകട്ടെ സഹതാപത്തോടു കൂടി അവരെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ പഴകിയ ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. നാക്രോബ് ആകട്ടെ തറയിൽ കുറേയധികം ബോർഡ്സ് കിടക്കുന്ന കാണുന്നുണ്ട്. ഒരുപാട് തവണ ഇവിടെ ഹോട്ടൽ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളെല്ലാം തന്നെ ഇവിടെ കിടക്കുന്നു. ആരും ഇത് വാങ്ങിയിട്ടുമില്ല. അതെന്തായിരിക്കും അങ്ങനെയെന്ന് അവന് ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ബ്രോക്കർ അവിടേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ഹോട്ടലിനകമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളാകട്ടെ അവരെയും കൊണ്ട് ഹോട്ടലിനകത്തേക്ക് കയറി. അതിനുള്ളിൽ കണ്ടാൽ തന്നെ നല്ല പേടിയാകുമായിരുന്നു. അത്രയ്ക്ക് ഇരുട്ടാണ്. സാധനങ്ങളെല്ലാം അതുപോലെ കിടപ്പുണ്ട്. നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. മുൻപൊരാൾ ഈ ഹോട്ടൽ വാങ്ങിയ ശേഷം അയാൾ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ഈ ബ്രോക്കർ പറയുന്നുണ്ട്. ഇത് കേട്ട് നക്രോബ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ അയാൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇത് നടത്തിക്കൊണ്ട് പോവാഞ്ഞതെന്ന്. അതിനൊന്നും നമ്മുടെ ബ്രോക്കറിന്റെ അടുത്ത് ഉത്തരമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇത് നിങ്ങൾക്കായിരിക്കും വിധിച്ചിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ വന്നത്. അങ്ങനെ അയാൾ മുകളിലേക്ക് കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. 4th ഫ്ലോറിലെത്തി 404 എന്ന ആ റൂമിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. ആ സൈഡിലേക്ക് തന്നെ ആ ബ്രോക്കർ പോകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അതിനർത്ഥം ആ റൂമിൽ എന്തോ ഒന്നുണ്ട്. പക്ഷെ നമ്മുടെ സുക്രോങ്ങിനും നമോണിനും മനസ്സിലായി ആ റൂമിൽ എന്തോ അമാനുഷികമായിട്ടുണ്ടെന്ന്. കാരണം ആ റൂമിന്റെ വാതില് പെട്ടെന്ന് തന്നെ തുറക്കുകയും അടയുകയും ചെയ്തു. അവർക്ക് ഉറപ്പായി ഇവിടെ എന്തോ പ്രേതമുണ്ടെന്ന്. നമ്മുടെ നക്രോബിന്റെ അടുത്ത് അവരിത് വന്ന് പറയുന്നുണ്ട്. ഇവരിത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത് വിൽക്കുന്നതിന് കാരണം ഇവിടെ പ്രേതബാധ ഉള്ളത് കൊണ്ടാണ്. അതേസമയം നമ്മുടെ ബ്രോക്കർ നോക്കുമ്പോഴാകട്ടെ അയാളുടെ ബാക്കിൽ ഒരു നിഴല്. ആദ്യം ഒന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവിടെ ഇരുന്ന പ്രതിമയായിരുന്നു. പക്ഷേ വീണ്ടും നോക്കുമ്പോൾ ആ നിഴൽ അനങ്ങുന്നുണ്ട്. അതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഇത് ആ പ്രേതം തന്നെയാണെന്ന്. നക്രോബ് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ശരിക്കും പ്രേതം ഉണ്ടല്ലേ എന്ന്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇനി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പറഞ്ഞ കാശിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ കുറച്ചേ തരൂ. അതുകൊണ്ട് നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. നമ്മുടെ ബ്രോക്കർ ആകട്ടെ ആകപ്പെട്ടു. പ്രേതം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവനാകട്ടെ ഇത് വാങ്ങാൻ തയ്യാറാ. അപ്പൊ പിന്നെ കുറച്ച് കാശ് കുറച്ച് കൊടുത്തെങ്കിലേ പറ്റൂ. നിവൃത്തിയില്ലാതെ അയാൾ കുറച്ച് കാശിന് ഇവൻ ആ ഹോട്ടൽ അങ്ങ് വിറ്റു. പ്രേതത്തേക്ക് നമ്മൾ ഈസി ആയിട്ട് ഒഴിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് നക്രോബ് ആ ഹോട്ടൽ ഏറ്റെടുത്തത്. പക്ഷെ അവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. കാരണം അവിടേക്ക് ആ നാട്ടിൽ നിന്ന് ഒരു ജോലിക്കാരും വന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്നവരാകട്ടെ അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. റിനോവേഷൻ ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. സംഭവത്തിന്റെ സീരിയസ്നെസ് അപ്പോഴാണ് നക്രോബിന് മനസ്സിലായത്. പ്രേതബാധയുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയധികം ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ആൾക്കാർക്ക് തോന്നുന്നതാണെന്നാണ് അവൻ വിചാരിച്ചത്. ആ സമയത്ത് അവർ ഓർഡർ ചെയ്ത ഫുഡുമായിട്ട് ഒരു ലേഡി മഴയത്ത് അവിടേക്ക് വരുന്നു. ജീഫൻ എന്നായിരുന്നു അവരുടെ പേര്. അവിടെയുള്ള ടൗണിൽ കരക്ക ബാർ നടത്തുകയായിരുന്നു അവരുടെ ജോലി. നാക്രോബും കൂട്ടരും ഇവരോട് ഈ ഹോട്ടലിനെ പറ്റി ചോദിക്കുന്നു. അവര് പറയുന്നുണ്ട് ഈ ഹോട്ടലിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ടെന്ന്. ഇതിന്റെ ഓണർ ലളിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഓങ്കാട് എന്ന് പറഞ്ഞ അവളുടെ കാമുകനുമായിരുന്നു. അവർ രണ്ടുപേരും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ നാട്ടിലെ തന്നെ വളരെയധികം സമ്പന്ന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു അവള്. എന്നാൽ അവളുടെ വീട്ടുകാർക്ക് ഈ ഒരു ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വീട്ടുകാർ
വീട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഓങ്കിന്റെ കൂടെ പോരുന്നത്. അങ്ങനെ ഹോട്ടലൊക്കെ പണിത ശേഷം ഇവിടെ ഉണ്ടായിരുന്ന 404 എന്ന് പറയുന്ന ആ റൂമില്ലേ, അവിടെയായിരുന്നു അവരുടെ താമസം. പക്ഷെ എന്തു പറ്റിയെന്ന് അറിയില്ല, ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ ലളിതയാകട്ടെ ഓങ്കിന്റെ കഴുത്തറുത്ത ശേഷം സ്വയം മരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ലളിതയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി അവര് പുറത്ത് ടെന്റൊക്കെ അടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് നല്ല മഴ പെയ്ത കാരണം അവർക്ക് ഹോട്ടലിനുള്ളിലേക്ക് കയറി കിടക്കേണ്ടി വരുന്നു. പേടി കാരണം സുക്രോങ്ങും നമോണും ആകട്ടെ നക്രൂബിന്റെ കൂടെയാണ് കിടക്കുന്നത്. എന്നാൽ ഇവരിങ്ങനെ ചേർന്ന് കിടക്കുന്ന കാരണം അവന് ശരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്നിട്ട് അവനാകട്ടെ സുക്രോങ്ങിന് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അവൻ ഉരുണ്ട് തറയിൽ പോയി വീണു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പോലെയാണ് നക്രൂബിന് തോന്നുന്നത്. അത് അവന്റെ അടുത്ത് വരുന്ന പോലെ അവന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അവൻ നമോണിനെ വിളിക്കുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ നമോൺ കിടക്കുന്ന ഇടത്തും ഒരു ഡെഡ് ബോഡി. അത് പെട്ടെന്ന് അവന്റെ കഴുത്തിന് പിടിക്കുന്നു. പക്ഷെ ഇതെല്ലാം അവൻ സ്വപ്നം കണ്ടതായിരുന്നു. അവൻ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്ത് പറ്റിയെന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. താൻ കണ്ട സ്വപ്നത്തെ പറ്റി അവൻ പറയുന്നു. പക്ഷെ അവര് പറയുന്നുണ്ട് നീ കണ്ടത് സ്വപ്നം തന്നെയാണോ എന്ന്. കാരണം നിന്റെ കഴുത്തിൽ ആരോ കുത്തിപ്പിടിച്ച പോലുള്ള പാടുകളുണ്ട്. ആ സമയത്ത് ഡോറിന് ആരോ മുട്ടുന്നു. പേടിച്ചു പോയി നക്രൂബ വാതിൽ തുറക്കുമ്പോഴാകട്ടെ ചോങ്കങ്കളായിരുന്നു. അയാളാകട്ടെ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ട്. നീ എന്തിനാ വിളിച്ചു പോയെന്ന് വന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറയുന്നു. ആ ചെക്കന്മാർക്ക് എന്തിന്റെ കേടാ, അവന്മാരെന്തിനാ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നതെന്ന് ചോങ്കു ചോദിക്കുന്നു. ഏത് ചെക്കന്മാര്? നമ്മോടും സുക്രോങ്ങും. എന്നാൽ അവരെന്റെ കൂടെ ഈ റൂമിലുണ്ടല്ലോ എന്ന് നക്രൂബ് പറയുന്നു. അവരെ കണ്ടതും നമ്മുടെ ചോങ്കങ്ങൾ ഞെട്ടി. അപ്പൊ എന്റെ ബെഡിൽ കിടക്കുന്നത് ആരാണ്? അത് നോക്കാൻ വേണ്ടിട്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ പുറത്തുണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം തന്നെ കത്തിയണയാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ അലർച്ചയുമുണ്ട്. കൂടാതെ ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് എന്റെ സ്ഥലമാണെന്നും നീയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോടാന്നും. ഇത് മുഴുവൻ എന്റേതാണ്. അത് ലളിതയുടെ വോയിസ് ആയിരുന്നു. പേടിച്ചുപോയ നക്രൂബും കൂട്ടരും ആകട്ടെ ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു സന്യാസിയെ അവിടേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ എല്ലാം തന്നെ വൃത്തികെട്ട മാംസത്തിന്റെ രക്തത്തിന്റെയും മണമായിരുന്നു. ഹോളി വാട്ടർ കൊണ്ട് ഈ റൂം മുഴുവൻ തളിക്കാൻ വേണ്ടിട്ട് നക്രൂബ് സന്യാസിയോട് പറയുന്നു. എന്നാൽ ആ സമയത്ത് മുകളിലുണ്ടായിരുന്ന പൈപ്പിൽ നിന്നും നമ്മുടെ സന്യാസിയുടെ തലയിലേക്ക് രക്തം വീഴാൻ തുടങ്ങി. പേടിച്ചുപോയ അയാളാകട്ടെ അവിടെ നിന്ന് നിലയം വിളിച്ചുകൊണ്ടോടി. അയാൾ പോട്ടെ ഈ ഹോളി വാട്ടർ ഞാൻ തളിക്കാമെന്ന് പറഞ്ഞിട്ട് ചോങ്കങ്ങളാകട്ടെ അവിടേക്ക് പോയിട്ട് ആ റൂമിലേക്ക് ഹോളി വാട്ടർ തളിക്കുന്നു. ഇപ്പൊ നിന്റെ അഹങ്കാരം നിന്നോടി എന്ന് ചോദിക്കുന്നു. പക്ഷെ ആ സമയത്ത് മുകളിലുണ്ടായിരുന്ന ആ പൈപ്പിൽ നിന്നും വളരെ ശക്തമായ രീതിയിലാകട്ടെ രക്തം ചീറ്റാൻ തുടങ്ങി. ആ വാതില് തനിയെ തുറക്കുകയും അതിനുള്ളിൽ നിന്ന് മഞ്ഞ ഡ്രസ്സ് ധരിച്ചിട്ട് ലളിതയുടെ പ്രേതമാകട്ടെ ഒരു കത്തിയുമായിട്ട് ഇവരുടെ നേരെ വരികയും ചെയ്യുന്നുണ്ട്. പേടിച്ചുപോയ ഇവരാകട്ടെ അവിടെ നിന്നും ഇറങ്ങി ഓടി. എന്നാൽ നമ്മുടെ നമ്മോണ്ടാകട്ടെ മറ്റുള്ളവരെ പോലെ ഓടാനും വയ്യ. പേടിച്ചുപോയ അവന്റെ കാലുകൾ ഫ്രീസായ അവസ്ഥയായിരുന്നു. ലളിതയുടെ പ്രേതമാകട്ടെ ഇവരെ നല്ല പോലെ പേടിപ്പിക്കുന്നു. ഇതെന്റെ സ്ഥലമാണെന്നും നീയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോടാന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. നല്ലപോലെ പേടിച്ച ഇവരാകട്ടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ പോകുന്നത് നമ്മുടെ ജീഫന്റെ കരോക്കെ ബാറിലേക്കാണ്. ആ പ്രേതം അവരെ ഫോളോ ചെയ്ത് അവിടെയും വന്നു എന്ന് അവർക്ക് മനസ്സിലായി. ജീഫൻ പറയുന്നുണ്ട് ആ പ്രേതം ഒരിക്കലും നിങ്ങളെ വിടാൻ പോകുന്നില്ല. കാരണം ആ ഹോട്ടലിന്റെ യഥാർത്ഥ ഓണർ ലളിതയാണ്. ഇപ്പൊ ആ ഹോട്ടല് ആരുടെ പേരിലാണോ ഇരിക്കുന്നത് അവരെയെല്ലാം തന്നെ അവള് കൊല്ലും. ഇതിനു മുൻപുണ്ടായിരുന്ന ആൾക്കാരെയും അവള് തന്നെ കൊന്നതാണ്. നാക്രോബിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഹോട്ടല് അവന്റെ പേരിലാണ്. ദേഷ്യം പൂണ്ടിരുന്ന നമ്മുടെ നാക്രോബാകട്ടെ നല്ലപോലെ മദ്യപിച്ചിട്ട് ഹോട്ടലിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടിന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്റെ പേരിലാണ്. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. കാരണം ഹോട്ടലിലെ ടാക്സ് അടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവിടുത്തെ ചെലവുകൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട വ്യക്തി നീ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനാകട്ടെ ലളിതയുടെ പ്രേതത്തെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു. എന്നാൽ ലളിതയാകട്ടെ അവനെ വന്ന് പേടിപ്പിക്കുകയും അവന്റെ കഴുത്തിന് പിടിച്ച് പൊക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവന്റെ ഗാംഗിലെ ബാക്കി എല്ലാവരും അവിടെ ഓടി വന്നത്. അവര് ബഹളമുണ്ടാക്കിയ കാരണം ലളിത അവനെ താഴെ കിട്ടിട്ട് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലളിതയുടെ ആത്മാവാകട്ടെ നക്രോമിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് പറയുന്നുണ്ട് നമുക്കിത് റിനോവേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന്. ഇത് കേട്ടതും ബാക്കി എല്ലാവരും സന്തോഷിച്ചു. എന്നാലും അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവനൊരിക്കലും ഇത്രയും കാശ് കളഞ്ഞിട്ട് പോകില്ലാന്ന്. പിന്നെയാണ് അവർക്ക് കാര്യം മനസ്സിലായത്. ഇത് അവനല്ലാന്നും ലളിതയുടെ പ്രേതമാണ് സംസാരിക്കുന്നതെന്നും. ആ പ്രേതമാകട്ടെ മാറി മാറി ഓരോരുത്തരുടെയും ശരീരത്തിൽ കയറുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ഇത്തവണയാകട്ടെ സന്യാസിക്ക് പകരം ഒരു ഗോസ്റ്റ് ഹണ്ടറിനെ കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അയാളുടെ പേര് ജോൺ എന്നായിരുന്നു. അയാളാകട്ടെ കുറച്ച് ഹോളി വാട്ടർ ഒരു തോക്കൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കൊരു പ്രേതത്തെയും പേടിയില്ലാന്നും ഞാനിത് ഉപയോഗിച്ചിട്ട് അവളെ കൊല്ലുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവളെ വരുന്ന സമയത്ത് അയാൾ അവളെ വെടിവെക്കുകയും ചെയ്യുന്നു. പക്ഷേങ്കിൽ അയാൾ ഓരോ തവണ വെടിവെക്കുമ്പോഴും വേദന എടുക്കുന്നത് നമ്മുടെ നക്രോബനായിരുന്നു. പക്ഷെ എന്നിട്ടും വീണ്ടും നമ്മുടെ ജോൺ ആകട്ടെ പേടിയില്ലാതെ ലളിതയുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ നക്രോബും കൂട്ടരും വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് ഭയങ്കര ധൈര്യമാണ്, ഇപ്പോൾ ലളിത ഇവിടെ നിന്നും പായിക്കുമെന്ന്. എന്നാൽ അടുത്ത നിമിഷം ലളിതയാകട്ടെ ഇയാളെ കൈയോടെ പിടികൂടി. ആ നിമിഷം തന്നെ അയാളുടെ കഴുത്ത് ഞെരിച്ചൊടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന നക്രോബും കൂട്ടരും ആകെ പേടിച്ചു. കാരണം ഇത്രയും ദിവസം അവൾ ഇങ്ങനെ പേടിപ്പിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അവൾ ഒരാളെ കൊല്ലുക കൂടി ചെയ്തിരിക്കുന്നു. സാധാരണ പ്രേതങ്ങളെ പോലെ പേടിപ്പിച്ചു ഓടിക്കുകയല്ല, അവൾ ആൾക്കാരെ കൊല്ലുമെന്നും കൂടെ മനസ്സിലായതോടെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. താഴെയാകട്ടെ എല്ലാ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. മുകളിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനിടയ്ക്ക് നമ്മുടെ നാക്രോബാകട്ടെ തലയിടിച്ചു വീണ് അവന്റെ ബോധവും പോയി. ഇവരെല്ലാവരും ചേർന്ന് അവനെയും വലിച്ചഴിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. മുകളിലെത്തിയപ്പോഴേക്കും അവന് ബോധം വന്നു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താകട്ടെ നമ്മുടെ ലളിത കൊന്ന ഡോക്ടറില്ലേ, അയാൾ ഒരു പ്രേതത്തെ പോലെ ഓടി വന്നിട്ട് ടെറസിൽ നിന്ന് താഴേക്ക് ചാടിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇതാ ഇങ്ങനെ രക്ഷപ്പെട്ടോളാൻ. പേടിച്ചു പോയി അവരെല്ലാവരും കൂടി നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ ആ ഡോക്ടർ വീണ്ടും വന്നിട്ട് ആ ഡോക്ടറാകട്ടെ വീണ്ടും ഓടി വന്ന് ടെറസിൽ നിന്ന് ചാടുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ലളിത
ലളിതയുടെ പ്രേതത്തിന്റെ പരിപാടിയായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ താഴേക്ക് ഓടി വന്നിട്ട് ഹാളിലുണ്ടായിരുന്ന വലിയൊരു ലൈറ്റിന്റെ താഴെയാകട്ടെ നക്രോബ് തളർന്നിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ആടാൻ തുടങ്ങി. അവൻ മുകളിലേക്ക് നോക്കുമ്പോഴാകട്ടെ കണ്ണെല്ലാം പുറത്തേക്ക് തള്ളിയിട്ട് ഒരാളുടെ രൂപം അതിൽ കിടന്നാടുന്നു. അതെല്ലാം കൂടെ പൊട്ടി നക്രോബിന്റെ ദേഹത്തേക്ക് വീണു. പിന്നീട് കാണിക്കുന്നത് ഇവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. നമ്മോണാകട്ടെ ആ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പല ന്യൂസ് പേപ്പറിൽ നിന്നും എടുത്ത് നക്രോബിന് കൊണ്ടുകൊടുക്കും. ഇതിന്റെ മുൻപത്തെ ഓണർ ആകട്ടെ അവിടെ ടെറസിൽ നിന്ന് വീണ് മരിച്ചതായിരുന്നു. ഇയാളുടെ ശവമായിരുന്നു ആ ലൈറ്റിൽ തൂങ്ങിയാടുന്നതായിട്ട് നമ്മുടെ നക്രോബ് കണ്ടത്. ആ ഹോട്ടലിൽ എന്തോ വലിയ ശാപം ഉണ്ടെന്നാണ് ആ നാട്ടുകാരെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. ഇതുവരെ ആ ഹോട്ടലിൽ വാങ്ങിയവരെല്ലാം മരിച്ചിട്ടുണ്ട്. അതിനർത്ഥം അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് നീയാണെന്ന് നമോൺ നക്രോബിനോട് പറയുന്നു. അതേസമയം നക്രോബിന്റെ കാമുകി ലിന്നാകട്ടെ ആകെ ടെൻഷനിലായിരുന്നു. നക്രോബിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അതിനിടയ്ക്ക് നമ്മുടെ ജീഫനാകട്ടെ നക്രോബിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അയാൾക്ക് ആ പ്രേതത്തെ ഒഴിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അന്തരം കുള്ളനമായ ഒരു മനുഷ്യനായിരുന്നു അയാള്. ആ പ്രേതം നിന്നെ കൊല്ലാതെ വിടില്ല എന്നും എനിക്ക് മാത്രമേ അതിനെ ഒഴിപ്പിക്കാൻ കഴിയുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവരാകട്ടെ അയാളെയും കൂട്ടി അവിടേക്ക് വരുന്നു. അയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. പ്രേതത്തെ ഞാൻ ഒഴിപ്പിക്കാം, പക്ഷെ എനിക്ക് നല്ല തുക തരണമെന്ന് അയാൾ പറയുന്നുണ്ട്. കാശൊക്കെ തരാം, ആദ്യത്തിനെ ഒഴിപ്പിക്കാനാണ് നക്രോബ് പറയുന്നത്. അങ്ങനെ അയാളാകട്ടെ കയ്യിൽ ഒരു കത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കത്തി അവളുടെ നെഞ്ചിൽ തന്നെ കുത്തിയിറക്കണം. അവളുടെ ഹൃദയത്തിൽ ഈ കത്തി തുളച്ച് കയറിയെങ്കിൽ മാത്രമേ അവൾ ഇവിടെ നിന്നും പോകൂ. അങ്ങനെ കത്തിയുമായിട്ട് 404 നമ്പർ റൂമിന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും കാല് തട്ടി ഇയാളുടെ കയ്യിൽ നിന്ന് ഈ കത്തിയാകട്ടെ എങ്ങോട്ടേക്ക് വീണു. കത്തി തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ കിടന്ന് പരുതുകയായിരുന്നു. ആ സമയത്താകട്ടെ നമ്മുടെ ലളിതയുടെ പ്രേതം അയാളുടെ അടുത്തേക്ക് വരുന്നു. കണ്ണു കാണാത്ത ഇയാളാകട്ടെ നേരെ പോയി അവളുടെ കയ്യിലിരിക്കുന്ന കത്തിയിൽ കയറി പിടിക്കുന്നു. ഈ കത്തി എന്താ ചെറിയ കത്തിയാണല്ലോ, എന്റെ കത്തി എവിടെയെന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അവരെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവള് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് അയാളെ അങ്ങ് കുത്തിക്കൊന്നു. ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു അവരെല്ലാവരും. കത്തിയുമായിട്ട് അവരുടെ നേരെ പാഞ്ഞെടുത്ത ലളിതയുടെ അടുത്തേക്ക് മന്ത്രവാദിയുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് വരുന്നു. അയാൾ ആ മാന്ത്രിക കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം അവളുടെ വയറ്റിലേക്ക് കുത്തുന്നു. അവള് വലിയ രീതിയിൽ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ നക്രോബ് പറയുന്നുണ്ട്, വയറ്റിലല്ല, അവളുടെ നെഞ്ചത്ത് കുത്ത്, എന്നാൽ മാത്രമേ അവൾ ഇവിടെ നിന്നും പോകൂ. എന്നാൽ ഇയാളാകട്ടെ അതിന്റെ ഇടയ്ക്ക് ഡീല് സംസാരിക്കുകയാണ്. നെഞ്ചത്ത് ഞാൻ കുത്തണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ തരണം, കാശൊക്കെ നിനക്ക് തരാടാ, നീ ഇതിന്റെ ഇടയ്ക്ക് ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ആ കത്തിയെടുത്ത് അവളുടെ നെഞ്ചത്ത് കുത്തുന്ന നക്രോബ് പറയുന്നുണ്ട്. പക്ഷേ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ലളിതയാകട്ടെ അവനെ അങ്ങ് തട്ടുന്നു. കത്തി കയ്യിൽ കിട്ടിയപ്പോഴേ അവളുടെ നെഞ്ചത്ത് കുത്തിയിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കാശിന്റെ കാര്യം സംസാരിക്കാൻ നിന്നിട്ട് അവന്റെ ജീവനും പോയത്. നക്രോബ് ആകട്ടെ ദേഷ്യത്തോടെ ലളിതയുടെ പ്രേതത്തോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നും പോകാൻ, മര്യാദയ്ക്ക് നിന്റെ ലോകത്തേക്ക് പോകുന്നതാ നല്ലത്, എന്നിട്ട് പുനർജനിക്കുക പോലും ചെയ്യരുത്. എടാ ജീവനും കൊണ്ട് പോവാടാ, പ്രേതത്തെ ദേഷ്യം പിടിപ്പിക്കാതെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് നമ്മോണാകട്ടെ നക്രോബിനെ വിളിച്ചുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് വന്നു കയറുന്നു. ആ സമയത്ത് ലിന്നാകട്ടെ അവിടേക്ക് വരുന്നുണ്ട്. ഇത്രയും നാളായിട്ട് ഇവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അവള് ചോദിക്കുന്നു. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. എന്നാൽ നക്രോബ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഇവിടെ പ്രേതം ഉണ്ടെന്ന്. നീ വേറെന്തോ ഉടായി പൊപ്പിച്ചിട്ട് വെറുതെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഇറക്കാൻ നോക്കണ്ട. നീ എന്തോ മറക്കുന്നതെന്നുള്ളത് അങ്ങ് സത്യം തുറന്നു പറഞ്ഞാൽ മതി. അവൻ പറയുന്നതാകട്ടെ അവള് വിശ്വസിക്കുന്നുമുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അവളുടെ ശരീരത്തിലും ലളിതയുടെ പ്രേതം കയറിയിട്ട് അവനെ ഉപദ്രവിക്കുന്നു. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിൽ അവൻ കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് എല്ലാവരും വന്നിട്ട് നക്രോബിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്താ കാണിക്കുന്നത്, അവളെ വെറുതെ വിടാൻ പറയുന്നു. ലിന്നു ആകെ പേടിച്ചു പോയി. അവൻ തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതാണെന്നാണ് ലിൻ വിചാരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ലളിതയുടെ പ്രേതത്തിന്റെ കളിയായിരുന്നു. അത് കാരണം നക്രോബിന്റെയും ലിന്നിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾക്കൊന്നും തന്നെ വിശ്വാസം ഉണ്ടായില്ല. ഇതൊന്നും ഇനി മര്യാദയ്ക്ക് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. അവരുടെ റിലേഷൻഷിപ്പ് തന്നെ തകരുകയായിരുന്നു. അവൻ പിറകെ പോയി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നുണ്ട്, എന്റെ ഉദ്ദേശം മാരേജ് മാത്രമായിരുന്നില്ല, നമ്മൾ രണ്ടുപേരും ഒരുപോലെ കരിയറിൽ മുന്നോട്ട് വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീയെല്ലാം ശരിയാക്കുമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ്. നീ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഒരടി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. നീ തന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും താൻ ബ്രേക്കപ്പ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവനാകട്ടെ അവളുടെ പിറകെ നടന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങനെയാണെന്നും മൂവ് ഓൺ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് അവളെ വിട്ടുകളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ തന്നെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോയി. നക്രോബിന് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ലളിത കാരണമാണ്. ഇനി താനും ലളിതയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോകുന്നത്. അവൾ ആക്രമിച്ചാലും പെട്ടെന്നൊന്നും തന്നെ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ദേഹത്തോരൊന്ന് വെച്ച് കെട്ടുന്നു. അകത്തോട്ട് കടന്ന ഇവരെയാകട്ടെ നമ്മുടെ ലളിതയുടെ പ്രേതം പേടിപ്പിക്കുന്നുണ്ട്. അവരിൽ ഓരോരുത്തരുടെയും രൂപം സ്വീകരിച്ചു വരുന്നു. എന്നാൽ അവർ ഓൾറെഡി ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ പലരുടെയും രൂപം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു കോഡ് ഭാഷ അറിഞ്ഞിരിക്കണം. ഒരു പാട്ടായിരുന്നു അത്. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ പറയും. ആ പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി ഉറപ്പുവരുത്തിയിട്ട് അവർ വീണ്ടും ലളിതയുടെ റൂമിന്റെ അടുത്തേക്ക് പോയി. റൂമിന് പോയി നോക്കുന്നുണ്ട്. ഡോറ് തനിയെ തുറന്നു. അകത്തേക്ക് കയറിയതും ലൈറ്റുകളെല്ലാം തന്നെ മിന്നി അണയാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ലളിതയുടെ പ്രേതം ബാക്കിലേക്ക് വരുന്നു. അവരെല്ലാം പേടിച്ച് മാറി നിൽക്കുന്നു. നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്റെ പ്രോപ്പർട്ടിയിലാണ് കൈകടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നിന്നെയൊക്കെ ഞാൻ കൊല്ലും. എന്നാൽ ഇത്തവണ നക്രോബ് ഓടാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ഇനി ഓടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന ആ മന്ത്രവാദി കൊണ്ടുവന്ന കത്തിയില്ലേ അത് അവളുടെ നെഞ്ചത്തേക്ക് കുത്തിക്കയറ്റുന്നു. എന്നാൽ വലുതായിട്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല. ലൈറ്റുകൾ മിന്നിയണിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പക്ഷെ അവളുടെ പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് നക്രോബിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട്
അവിടെ ഉണ്ടായിരുന്ന ഒരു വാളിൽ പോയിട്ട് അവന്റെ തല ശക്തമായിട്ട് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് എല്ലാവരും ചേർന്നിട്ട് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഒടുവിൽ ബോധം വന്ന അവൻ നോക്കുമ്പോഴാകട്ടെ തന്റെ ചോര ആ ഭിത്തിയിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം തന്നെ പേപ്പർ ഒടിച്ചിരിക്കുന്നു. അവൻ ആ പേപ്പറെല്ലാം തന്നെ വലിച്ചു കയറി കളയുന്നു. ആ ഭിത്തിയിൽ ലളിത തന്റെ രക്തം കൊണ്ട് പണ്ടെപ്പോഴും എഴുതിയിരുന്ന ഒരു വാചകം അവർ കാണുന്നുണ്ട്. ഞാൻ എന്റെ ജീവിത അവസാനം വരെ ഇവിടെ നിന്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന്. അതവൾ അവളുടെ ഹസ്ബൻഡിന് കൊടുത്ത വാക്കായിരുന്നു. അവളുടെ ദേഷ്യത്താല് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ താഴെ വീണ് പൊട്ടുന്നു. അവർക്ക് അവിടെ നിന്ന് ഒരു ഡയറിയും കിട്ടുന്നുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കുകയാണ് നമ്മോൺ. ലളിതയെ നമ്മൾ കുത്തിയപ്പോൾ അവളുടെ ആത്മാവിന് ഒന്നും സംഭവിക്കാതിരുന്നതിന്റെ കാരണം മറ്റൊന്നാണ്. കാരണം അവൾ അവളുടെ ഹസ്ബൻഡിനെ അഗാധമായി പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവളുടെ ഹൃദയം അവൾ അയാൾക്ക് നൽകി. അതുകൊണ്ടാണ് അവളുടെ ഹൃദയത്തിൽ നമ്മൾ കുത്തിയിട്ടും അവൾ പോകാതിരുന്നത്. അവളെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ അവൾ സ്നേഹം കൊടുത്ത അവളുടെ ഹസ്ബൻഡിനെ ഇല്ലാതാക്കണം. അവനെ ഇനി എവിടെ പോയി അന്വേഷിക്കുന്നായിരുന്നു ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അവൻ മരിച്ചിട്ട് അവന്റെ പ്രേതം ഇതുപോലെ അലഞ്ഞു നടപ്പുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ലളിതയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിതാവസാനം വരെ ഈ ഒരു ഹോട്ടലിൽ നിൽക്കുക എന്നുള്ളത്. അവർ രണ്ടുപേരുടെ ആത്മാക്കൾക്ക് മോചനം കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്നും പോകുമായിരിക്കും എന്നാണ് നാമോൺ പറയുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടന്റെ അപ്പുറത്തു നിന്നും അവരൊരു ഒച്ച കേൾക്കുന്നു. പോയി നോക്കുമ്പോഴാകട്ടെ അവിടെ ഒരാളെ ചങ്ങലക്കിട്ടിരിക്കുന്നു. അത് മറ്റാരുമല്ല, ലളിതയുടെ ഹസ്ബൻഡ് ഓങ്കായിരുന്നു. അയാളുടെ പ്രേതത്തെയാണ് അവളിങ്ങനെ ചങ്ങലക്കിട്ടിരിക്കുന്നത്. അയാളാകട്ടെ ഇവളെ വിട്ടിട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഇവളാകട്ടെ അയാളെ വിടാതെ ഇവിടെ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. ലളിതയുടെ പ്രേതം വീണ്ടും വരെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മോണാകട്ടെ ആ ഓങ്കിനെ പിടിച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് കത്തി വെക്കുന്നുണ്ട്. നീ ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി കയറ്റുമെന്ന് പറയുന്നു. അതോടെ ലളിത തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെല്ലാം താഴെയിട്ടു. അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇനിയാണ് യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. ഒരു ദിവസം ഓങ്ക് വന്നിട്ട് ലളിതയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഹോട്ടലിൽ വിൽക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് ലളിത ഞെട്ടി. നമ്മളുടെ സ്വപ്നമായിരുന്നില്ലേ ഇത്? ജീവിതാവസാനം വരെ നമ്മൾ ഇവിടെ തന്നെ താമസിക്കാമെന്ന് പരസ്പരം വാക്കുകൊടുത്തതല്ലേ, പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിക്കുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂന്ന്. ഈ പ്രോപ്പർട്ടി എന്റേതാണ്. ഇവിടെ ബിൽഡിംഗ് കിട്ടിയ തുക മാത്രമേ എന്റേതുള്ളൂ. അതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ കാശ് ഇതാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കാശും കൊടുക്കുന്നു. എന്നാൽ തനിക്ക് കാശൊന്നും വേണ്ട, എനിക്ക് നിന്നെയാണ് വേണ്ടതെന്ന് ഓങ്കിനോട് അവൾ പറഞ്ഞെങ്കിലും ഓങ്ക് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ മറ്റൊരാളുണ്ടെന്ന്. ആ ഹോട്ടലിലെ തന്നെ ഒരു സ്റ്റാഫുമായിട്ട് ഇവൻ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് ലളിതയെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോകാനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ ലളിത അതിന് അനുവദിക്കുന്നില്ല. നീ പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്ന് അവൾ പറയുന്നു. നീ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലിക്കിടയിലാകട്ടെ കത്തി കൊണ്ട് അവന്റെ കഴുത്തു മുറിഞ്ഞു. രക്തം വാർന്ന് അവൻ മരിക്കുകയും ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ അവളുടെ കൈകൊണ്ടാണ് അവൻ മരണപ്പെട്ടത്. ആകെ തകർന്നുപോയ ലളിതയാകട്ടെ ഓങ്കില്ലാതെ തനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ശരീരത്തിലേക്ക് കത്തി കുത്തി കയറ്റുന്നു. എന്നിട്ട് അവളുടെ രക്തം കൊണ്ടാണ് അവൾ ആ ഭിത്തിയിൽ എഴുതിയിരുന്നതും. മരണശേഷം ആത്മാക്കളായെങ്കിലും തങ്ങൾ ജീവിതകാലം മുഴുവൻ ഇവിടെ ഒരുമിച്ച് നിൽക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഓങ്കിന്റെ ആത്മാവിനെ പോലും ഇവിടെ നിന്ന് പോകാൻ അവൾ അനുവദിച്ചില്ല. ആ ആത്മാവിനെ പോലും അവൾ ഇവിടെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇവിടെ ഓങ്ക് കരഞ്ഞു പറയുന്നുണ്ട് ലളിതയോട്, എന്നെ പോകാൻ അനുവദിക്കണമെന്ന്. നീ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. എന്നാൽ അവള് പോകാൻ തയ്യാറല്ല. തന്നോട് എല്ലാത്തിനും ക്ഷമിക്കണമെന്നും തന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണമെന്നും അവൻ കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് നമ്മുടെ നക്രോബിന് അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഇതുപോലെ തന്നെയല്ലേ തന്നിൽ നിന്നും അകന്നു പോകാൻ ലിന്നു ആഗ്രഹിച്ചത്? അപ്പോൾ താനും ഇതുപോലെ പിടിച്ചു നിർത്തി. ഒരിക്കലും നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പാടില്ല. അവർക്ക് നമ്മളെ വിട്ടു പോകണമെങ്കിൽ ആ ഒരു തീരുമാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവൻ തന്റെ കൂട്ടരോട് ഇതെല്ലാം തന്നെ പറയുന്നു. ഒരു കാരണവശാലും ലളിത ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അവൾ ഓങ്കിന്റെ ആത്മാവിനെ വെറുതെ വിടണം. അവൾക്ക് ഇവിടെ നിൽക്കണം ആഗ്രഹമെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ ഹോട്ടൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാശും നഷ്ടവും ഒന്നും തന്നെ താൻ നോക്കുന്നില്ല. അവൾ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. പാവ ഓങ്കിന്റെ ആത്മാവിനെയെങ്കിലും നീ സ്വതന്ത്രമായിട്ട് വിടണമെന്ന് അവൻ പറയുന്നു. അവൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് ലളിതയ്ക്കും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയത്. അവനെ ഇത്രമാത്രം താൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആഗ്രഹത്തിന് അവനെ പോകാൻ അനുവദിക്കണം. അല്ലാതെ സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല. തന്റെ ആഗ്രഹം ജീവിതാവസാനം വരെ ഈ ഹോട്ടലിൽ നിൽക്കുക എന്നതായിരുന്നു. അത് തന്നെ കൊണ്ട് ഇനിയും സാധിക്കും. അതിനെ നക്രോബ് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓങ്ങിനെ വെറുതെ വിടാൻ അവൾ തീരുമാനിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നക്രോബ് ആകട്ടെ തന്റെ ഗേൾഫ്രണ്ട് ലെന്നിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന്. നീ മൂവ് ഓൺ ചെയ്തുകൊള്ളാനും അവൻ പറയുന്നു. നമ്മൾ തമ്മിലുള്ള ബ്രേക്കപ്പ് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. അവൾ അത് കേട്ടതും ഒരുപാട് സന്തോഷിച്ചു. തന്റെ തീരുമാനത്തെ അവൻ റെസ്പെക്ട് ചെയ്യുകയും സന്തോഷത്തോടുകൂടി ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. ഇവിടെ നമ്മുടെ ലളിതയാകട്ടെ തന്റെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. ഇവർ എങ്ങനെയാണ് ഒരുമിച്ച് ഈ ഹോട്ടൽ കെട്ടിപ്പടുത്തതെന്നും അവരുടെ ആദ്യത്തെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരുന്നുവെന്നും. ഒടുവിൽ സന്തോഷത്തോടുകൂടി അവൾ ഓങ്ങിനെ അവിടെ നിന്ന് യാത്രയക്കുകയാണ്. ഹോട്ടലിൽ ലളിതയുടെ ആത്മാവിന് തന്നെ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ നക്രോബും കൂട്ടരും അവിടെ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് അവൻ കാശ് തിരിച്ചു കൊടുക്കാനുള്ള അയാളാകട്ടെ അവനെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ആകെ ടെൻഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ അറിയാതെ ഒരാളെ വണ്ടി ഇടിക്കുന്നു. അത് നമ്മുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ലോട്ടറിക്കാരൻ തന്നെയായിരുന്നു. അയാൾക്കാകട്ടെ കുഴപ്പമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, വേണ്ടാന്ന്, നിങ്ങളൊരു ഹെൽപ്പ് മാത്രം എനിക്ക് ചെയ്താൽ മതി. ഇതിന്റെ അവസാനത്തെ ലോട്ടറിയ, ഇതൊന്നും എടുക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. ബാക്കിയുള്ള ലോട്ടറി എല്ലാം തന്നെ ഒരാൾ വാങ്ങിച്ചിട്ട് പോയി. ഈ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നക്രോബ് ആ ലോട്ടറി എടുക്കുന്നു. അങ്ങനെ കാറിൽ പോകുന്ന വഴിക്ക് അന്നത്തെ ലോട്ടറി വിൻ ചെയ്ത ആളുടെ നമ്പർ പറയുന്നുണ്ട്. ആ നമ്പർ നമ്മുടെ നക്രോബിന്റെ കയ്യിലിരുന്ന ലോട്ടറിയുടെ നമ്പർ തന്നെയായിരുന്നു. വലിയൊരു തുകയാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് അവന് സെറ്റിൽ ആകാനുള്ള തുകയുണ്ടത്. ഇത് കേട്ടതും അവനും കൂട്ടരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ
അപ്പോഴാണ് അവൻ ആ ലോട്ടറിക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നത്. ഈ ഒരു ഒറ്റ ലോട്ടറി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ലോട്ടറിയും ഒരു പെൺകുട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതിനർത്ഥം അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലളിതയുടെ ആത്മാവ് തന്നെയാണ് അതെല്ലാം ചെയ്തത്. അവൾക്ക് ഹോട്ടലിൽ വിട്ടുകൊടുത്തതിന് പകരമായിട്ട് അവന് ലോട്ടറി ടിക്കറ്റിലൂടെ വലിയൊരു തുക അവൾ നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ലളിതയാകട്ടെ ആ ഹോട്ടൽ വീണ്ടും നടത്തുകയാണ്. പക്ഷെ അവിടെ വരുന്നത് മനുഷ്യന്മാരായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രേതങ്ങളായിരുന്നു അവളുടെ ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അവൾ അവരെ എല്ലാം തന്നെ സ്വീകരിക്കുന്നു. അവളുടെ ആഗ്രഹപ്രകാരം ആത്മാവായിട്ടാണെങ്കിലും അവൾ അവസാനം വരെയും ഈ ഹോട്ടലിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അവൾ ഹോട്ടലിൽ വെച്ച് കൊന്ന ആ ജോണിന്റെയും ആ മന്ത്രവാദിയുടെയും ഒക്കെ പ്രേതം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മുടെ ലളിതയുടെ ആത്മാവിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ മൂവികൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല നമ്മുടെ സീരീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.